of Travancore. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പെട്ട കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഉടമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസിൽ പെട്ട് കിടക്കുകയാണ്. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാവുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കാന്ന് പറയും. അതാണ് വിഷയ ദാരിദ്ര്യം. ടെൻഡർ വിളിക്കാതെ ഒയാസിസ് കമ്പനിയുടെ കയ്യിൽ നിന്നൊരു അപേക്ഷ എഴുതി വാങ്ങി ആ അപേക്ഷയുടെ പുറത്ത് ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് തീരുമാനമെടുക്കുന്നത് രാജഭരണകാലത്ത് പോലും നടക്കാത്തൊരു കാര്യമാണ്. ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഒയാസിസിന് യഥേഷ്ടം കേരളത്തിന്റെ ഇങ്ങനെ സ്ഥാപനം തുടങ്ങാനുള്ള അനുവാദം കൊടുക്കുക വഴി നടന്നിട്ടുള്ള വൻ അഴിമതിയാണ്. ഗവൺമെന്റിനെതിരായിട്ട് വളരെ ബോധപൂർവം കെട്ടിച്ചമയ്ക്കുന്ന ഒരു ആരോപണമാണിത്. അവരുടെ ഭരണകാലത്ത് ചെയ്തതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ വ്യവസായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്യുന്നത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. ബ്രൂവറിയോ അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ നിയമാനുസൃതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടേ ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയുള്ളൂ. നമസ്കാരം. വയനാട് പുനരധിവാസം പോലും ഇഴഞ്ഞു നീങ്ങുന്ന സമയത്ത് അതിദ്രുതഗതിയിൽ കഞ്ചിക്കോട് വൻ മദ്യനിർമ്മാണശാല സ്ഥാപിക്കാൻ അനുമതി നൽകുന്ന ഉത്തരവ് പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു സർക്കാർ. 20 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഒയാസിസ് കമ്പനിക്ക് റെഡ് കാർപ്പറ്റ് വിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലെ ഓയിൽ കമ്പനികളുടെ ടെൻഡറിൽ ഇടം നേടിയ ഏക സ്ഥാപനമാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ്. പാലക്കാട്ടെ ജലചൂഷണം ഒഴിവാക്കാൻ മഴവെള്ള ശേഖരണമുള്ള കമ്പനി, മലിനീകരണമില്ലാതിരിക്കാൻ സീറോ ഡിസ്ചാർജ് സാങ്കേതിക വിദ്യ, ഒപ്പം 1500 പേർക്ക് തൊഴിൽ. നടപ്പ് സാമ്പത്തിക വർഷം മദ്യനയം പോലും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിസഭാ തീരുമാനത്തിൽ ദുരൂഹത മാത്രമല്ല, ഡൽഹി മദ്യനയ കേസിലെ പ്രതികളായ ഒയാസിസ് കമ്പനിക്ക് കരാർ നൽകിയതിൽ വൻ അഴിമതിയും ആരോപിക്കുന്നു കോൺഗ്രസ്. CPM-ന് പണമുണ്ടാക്കാനോ ഈ ബ്രൂവറി കരാർ? അതോ കുടിക്കുന്ന മദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചാൽ എന്താണ് കുഴപ്പം? വെറുതെ പതയുമോ സംസ്ഥാനത്ത് ബ്രൂവറി വിവാദം? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. ഡിബേറ്റ് പാനലിസ്റ്റിൽ ചേരും CPM നേതാവ് KN ഗോപിനാഥ് അല്പസമയത്തിനകം കൊച്ചിയിൽ നിന്ന്, കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, BJP നേതാവ് K സോമൻ, ഒപ്പം കത്തോലിക്ക കോൺഗ്രസിന്റെ ചങ്ങനാശ്ശേരി രൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം സേനാപതി വേണു, 1500 പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു വലിയ പദ്ധതി കേരളത്തിൽ വരുന്നു. മലിനീകരണമില്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തെല്ലാം നടപ്പാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. ജലദൗർബല്യമില്ലാതിരിക്കാൻ എന്തെല്ലാം നടപ്പാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അതായത് എവിടെയെങ്കിലും ചോദ്യം ചോദിക്കാനുള്ള ഒരു ലൂപ്പ് ഹോൾ പോലും ഇല്ലാത്ത ഒരു ഉത്തരവാണ് സർക്കാർ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തിനാണ് ഒരു പുതിയ പദ്ധതി വരുമ്പോഴേക്കും കോൺഗ്രസ് ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാക്കുന്നത്? ഇത് വെറും രാഷ്ട്രീയ ലക്ഷ്യമല്ലാതെ ഇത് എവിടേക്കാണ് എത്തുക? അപർണ, 1999 അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് EK നയനാരായിരുന്നു. ആ ഗവൺമെന്റ് എടുത്തൊരു തീരുമാനമുണ്ട്. അതായത് 1999 സെപ്റ്റംബർ 24 മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം. ആ തീരുമാനത്തിന്റെ നമ്പർ RT നമ്പർ 689/99. അതാണ് ആ ഗവൺമെന്റ് എടുത്ത നയപരമായ ഒരു തീരുമാനം. ആ തീരുമാനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇനി കേരളത്തിൽ ഈ ബ്രൂവറികളും അതുപോലെ തന്നെ ഡിസ്റ്റിലറികളും വേണ്ട. ഇപ്പോൾ തന്നെ ഏതാണ്ട് 25ഓളം ഉണ്ട്. ഇനി പുതുതായിട്ടൊന്നും ആവശ്യമില്ല എന്നതാണ് അന്ന് നയനാർ ഗവൺമെന്റ് എടുത്ത തീരുമാനം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നയനാർ ഗവൺമെന്റിൽ T ശിവദാസ മേനോനായിരുന്നു അന്ന് എക്സൈസിന്റെ ചുമതല, സബ്ജക്ട് ടു കറക്ഷൻ. അപ്പോൾ മന്ത്രിസഭ എടുത്ത തീരുമാനം, ആ തീരുമാനം എടുത്ത് 25 വർഷം ആയിരിക്കുകയാണ്. ഇപ്പോൾ 25 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ്. അപ്പൊ കഴിഞ്ഞ 25 കൊല്ലമായി കേരളത്തിൽ ബ്രൂവറികളും ഡിസ്റ്റിലറികളും അല്ലെങ്കിൽ പുതുതായിട്ട് ആരംഭിക്കുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാന തീരുമാനം 1999-ലാണ്. 99-ന് ശേഷം AK ആന്റണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. AK ആന്റണിയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്, പിന്നീട് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ്. 2016 വരെ കേരളത്തിൽ ഉണ്ടായിരുന്ന VS അച്യുതാനന്ദന്റെ ഗവൺമെന്റും ഇങ്ങനെ ഒരു കാര്യം തീരുമാനമെടുക്കാനായി തയ്യാറായില്ല എന്നുള്ളതാണ്. 2016 ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ
ഞാൻ അപർണ നിങ്ങളുടെ വിഷ്വൽ ശേഖരത്തിൽ ഉണ്ടെങ്കിൽ ഇവരുടെ ഒരു പരസ്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ പരസ്യത്തിൽ അഭിനയിച്ച രണ്ടാളുകളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. രണ്ടുപേരും സിനിമാ താരങ്ങളായിരുന്നു. ഒന്ന് KPSC ലളിതയും ഒന്ന് ചാലക്കുടിയുടെ MP കൂടിയായിരുന്ന സി ഇന്നസെന്റും. അപ്പോൾ അവരുടെ 2016 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരസ്യ വാചകം തന്നെ ഇതാണ്: നുണ പറയുന്നവരെ തിരിച്ചറിയുക. അപ്പോൾ LDFന്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് മദ്യവർജനമാണ്. ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ അളവ് ലഭ്യത കുറച്ചു കൊണ്ടുവന്ന് കേരളത്തിൽ സമ്പൂർണമായ ഒരു മദ്യ വർജനത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതായിരുന്നു 2016 അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പരസ്യം. അപ്പൊ പരസ്യം തീരുമ്പോൾ വലിയ തലവാചകവും വരുന്നു: LDF വരും, എല്ലാം ശരിയാകും. അപ്പൊ പരസ്യത്തിൽ അഭിനയിച്ച രണ്ടുപേരും ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല, പക്ഷെ പരസ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് LDFന്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നാട്ടിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ കൗതുകകരമായ ഒരു കാര്യം, 2018 4 ബിവറേജസ് ഇതുപോലത്തുള്ള കമ്പനികൾക്ക്, ഒന്ന് തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ശ്രീചക്ര, പിന്നെ ഒന്ന് പെരുമ്പാവൂരിലെ, അതിന് ഓഫീസോ പേരോ അഡ്രസ്സോ ഒന്നുമില്ല, പിന്നെ ഒന്നുള്ളത് കണ്ണൂരിലെ ഏതാണ്ട് ഒരു ശ്രീധരൻ കമ്പനിയോ അങ്ങനെ ഏതാണ്ട് ഒരു കമ്പനി. 4 പേർക്കാണ് അന്ന് അനുമതി കൊടുത്തത്. അപ്പോൾ ഒന്ന് പ്രളയത്തിന്റെ മറവില്, പിന്നെ കോവിഡ് വരാൻ അതിന്റെ ആ കാലഘട്ടത്തിൽ ആരും അറിയാതെ 4 കമ്പനികൾക്ക് ഇതുപോലെ അനുമതി കൊടുത്തു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യായ ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം, ആ പോരാട്ടത്തിലാണ് ഈ അന്നത്തെ ബ്രൂവറി ഡിസ്റ്റിലറി അഴിമതി പുറത്തു വരികയും ഗവൺമെന്റിന് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോ 1999 വന്നിരിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇന്നോളം ആരും തിരുത്തിയിട്ടില്ല. 2018 ഒക്ടോബറിൽ ഇതൊന്ന് മാറ്റാനായി ശ്രമം നടത്തി. അന്നും ആ ശ്രമം വിജയിച്ചില്ല. വീണ്ടും അതിനുശേഷം നമ്മൾ കാണുന്നത് കഴിഞ്ഞ കൊല്ലമാണ്. കഴിഞ്ഞ കൊല്ലം ബാർ ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന അധ്യക്ഷൻ, ഞങ്ങളുടെ ജില്ലക്കാരനാണ്, ഇടുക്കി ജില്ലക്കാരനാണ്. അദ്ദേഹത്തിന് എന്താ പറയുക, കുമളിയിൽ ബാറുണ്ട്, തൊടുപുഴയിൽ ബാറുണ്ട്. അനിമോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഒരു വാട്സാപ്പ് മെസ്സേജ് നമ്മൾ ന്യൂസ് 18ലും ചർച്ച ചെയ്ത എന്തായിരുന്നു വാട്സാപ്പ് മെസ്സേജ്? എന്താ പറഞ്ഞ 1-ാം തീയതിയിലെ ബാറുകളും ഇതൊക്കെ അടച്ചിടുന്നത് അത് എടുത്തു കളയാൻ പോകുന്നു. പുതിയ മദ്യനയം സർക്കാർ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ബാർ ഹോട്ടൽ ഉടമകളെല്ലാം ഒരു നിശ്ചിത തുക സംഭാവന ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അനിമോന്റെ ഒരു വാട്സാപ്പ് മെസ്സേജ്. അപ്പൊ അതിനെതിരെ വിജിലൻസ് അന്വേഷണമൊക്കെ വന്നു. ഇപ്പൊ ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് ഉണ്ടാകുന്ന അതിന്റെ ഒരു ഫലം എന്താണെന്ന് നമുക്കറിയാം. ഏതായാലും അന്വേഷണം എങ്ങും എത്തിയില്ല, കുറ്റകൃത്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ അനിമോന്റെ മെസ്സേജിൽ ഈ പണം കൊടുക്കണം എന്ന് പറയുന്നത് ഇത് ആർക്ക് വേണ്ടിയായിരുന്നു? എവിടെയെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ എന്താ പറഞ്ഞ കാണിക്കയിടാൻ വേണ്ടിയാണോ? അല്ല, അത് ആർക്കൊക്കെയോ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോ അഴിമതി നടത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിവാദമായിരിക്കുന്നത് മധ്യപ്രദേശിലെ ഒരു കമ്പനിയുടെ ഉടമയുടെ പേര് ഗൗതം മൽഹോത്ര, കമ്പനിയുടെ പേര് ഒയാസിസ് കമ്പനി. ഈ കമ്പനിയെ കുറിച്ചാണല്ലോ അപർണ ഇൻട്രോയിൽ തന്നെ പറഞ്ഞത്. ഇവരുമായിട്ടുള്ള ഡീലിങ്സിലാണ് മനീഷ് സിസോദിയായും അതിനുശേഷം ഇപ്പോ കേജ്രിവാളും ഒക്കെ കുഴപ്പത്തിലായിരിക്കുന്നത്. ആ സംഭവത്തിൽ പെട്ടിരിക്കുന്ന ആളാണ്. ഇനി ഇതിലൊക്കെ ഉപരിയായി പഞ്ചാബിലെ ഭട്ടിണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നടത്തിയ ജലചൂഷണവും മാലിന്യവും കാരണം എന്താ പറഞ്ഞേ, അവിടെ പഞ്ചാബ് മലിനീകരണ ബോർഡ് ഈ കമ്പനിക്കെതിരെ വലിയ നിയമ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവിടെ ഞാൻ ഇടതുപക്ഷ പ്രതിനിധിയുണ്ട്, അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോടുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം, 1999 നയനാർ ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനം, 2006 മുതൽ 2011 ഭരിച്ച VS അച്യുതാനന്ദൻ അദ്ദേഹവും തുടർന്ന് വന്ന തീരുമാനം. അന്ന് മുതൽ എല്ലാ ഗവൺമെന്റുകളും 2024 ആയിരിക്കുന്നു, സാങ്കേതികമായി 24 വരെ തുടർന്ന് വന്നിരിക്കുന്ന ഈ കാര്യം മാറ്റി ഇപ്പോൾ ഇവിടെ ബ്രൂവറിയും ഡിസ്റ്റിലറിയും ഇതൊക്കെ തുടങ്ങുന്നതിനുള്ള എന്തടിയന്തര സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? അതിനൊറ്റ സാഹചര്യം മാത്രമേ ഉള്ളൂ. ഇതിന്റെ പിന്നിൽ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തലയും പറഞ്ഞിരിക്കുന്നത് പോലെ കോടികളുടെ അഴിമതി. ഇപ്പൊ ഭരണം തീരാൻ ഇനി 10-12 മാസമേ ഉള്ളൂ. അടുത്ത ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആകുമ്പോഴേക്കും ഏതാണ്ട് ഒരു നോട്ടിഫിക്കേഷന്റെ ഘട്ടത്തിലേക്ക് പോകും. ഏപ്രിൽ ആകുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമാണ് ശ്രീ സേനാപതി വേണു, സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് കടന്നത് എന്ന് വ്യക്തമാക്കുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തെ മദ്യനയം വരട്ടെ, പക്ഷെ ഇത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതടക്കം മുൻകൂട്ടി വ്യക്തമാക്കുന്നുണ്ടല്ലോ സംസ്ഥാന സർക്കാർ. അല്ല, ഇവിടെ ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടല്ലോ,
ആ മുന്നണിയുടെ ഘടകകക്ഷിയാണല്ലോ CPI, രണ്ടാമത്തെ പാർട്ടി. മറ്റ് പാർട്ടികളൊക്കെ ഉണ്ട്, കൃഷ്ണൻകുട്ടിയുടെ പാർട്ടികൾ. ഇടതുപക്ഷ മുന്നണിയിൽ ഇങ്ങനെ ഒരു കാര്യം ചർച്ച വന്നിട്ടുള്ളതായി ആരും പറയുന്നില്ല. മന്ത്രിസഭയിൽ ഈ കാര്യം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തു വരണ്ടേ? ഇത് ആരോട് ആലോചിച്ചതാണ്? കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ, മദ്യം ഒഴുക്കി ഈ സംസ്ഥാനത്തെ എന്താ പറഞ്ഞേ, മദ്യപാന്മാരുടെ ഒരു വിളയാട്ട് കേന്ദ്രമാക്കി. ഇപ്പൊ ചേന്നമംഗലത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ആ ഉത്തരവിൽ ഇതെല്ലാം വ്യക്തമാക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് കണ്ട് ഇതെല്ലാം വ്യക്തമാക്കുന്നു. ആ ഉത്തരവ് കാണുമ്പോൾ പ്രതിപക്ഷം എന്തുകൊണ്ട് കൺവിൻസിംഗ് ആവുന്നില്ല? അല്ല, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഓപ്പൺ ബിഡ്, ഓപ്പൺ ടെൻഡർ നടക്കണമല്ലോ. ആ ഓപ്പൺ ടെൻഡറിൽ രാജ്യത്തുള്ള എല്ലാ കമ്പനികളും അല്ലെങ്കിൽ ഇതിൽ താല്പര്യമുള്ളവര് 2018 അറ്റ്ലീസ്റ്റ് 7 പേര് അപേക്ഷ കൊടുത്തു. അല്ല, അത് കേന്ദ്ര സർക്കാരിന്റെ, അതും മന്ത്രി പറയുന്നു, കേന്ദ്ര സർക്കാരിന്റെ ഷോർട്ട് ലിസ്റ്റിലുണ്ട്, ഈ ഓപ്പൺ ടെൻഡറിന്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു ക്ലോസ് ഇതിനകത്തുണ്ട് എന്ന് മന്ത്രി പറയുന്നു. അതും ഒരു ടെക്നിക്കാലിറ്റിയുടെ പേരിലാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ല, ഇത് രാജഭരണമൊന്നും അല്ലല്ലോ അപർണ. അങ്ങനെ ഞങ്ങൾ ഇന്ന ആൾക്ക് ഇതങ്ങ് കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭരണമൊന്നും അല്ലല്ലോ. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ. ഈ കാര്യത്തിലൊക്കെ ഓപ്പൺ ടെൻഡറുകൾ നടത്തി. അപ്പം ഈ ടെൻഡർ നടക്കാത്തതിന്റെ കാരണം എന്താണ്? ഇതിനകത്ത് വലിയ അഴിമതിയും ഈ പറഞ്ഞിരിക്കുന്ന ഒയാസിസ് കമ്പനിയും ഗൗതം മൽഹോത്രയും ഒക്കെ ഇവർ ചോദിക്കുന്നതോ അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നതോ കൊടുക്കാനുള്ള വാഗ്ദാനമോ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെവിടെയായത് തുടങ്ങാൻ പോകുന്നത്? അതിൽ ഏറ്റവും കൗതുകരമായ കാര്യം, കോളേജ് തുടങ്ങാൻ പോകുന്നു എന്ന പേരിലാണല്ലോ കോമ്പൗണ്ട് വളച്ചു കിട്ടുന്നത്. അതിനുശേഷം നമ്മുടെ നാട്ടിൽ പെട്ടിക്കട തുടങ്ങുന്നതിന് പോലും പ്രാഥമികമായി പഞ്ചായത്ത് മുതലുള്ള ഒരുപാട് അനുമതികൾ വേണം. ഈ അനുമതികളൊക്കെ ഒരുപക്ഷെ ഗവൺമെന്റ് പുതിയ വ്യവസായ നയത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. ഒരനുമതിയും ഇല്ലാതെ ഇത് തുടങ്ങാൻ. എവിടെയാ തുടങ്ങുന്നത്? പ്ലാച്ചിമടയില് നമ്മള് എന്താ പറഞ്ഞ കൊക്കക്കോളയെ കെട്ടുകെട്ടിച്ച നാട്ടിൽ. അപ്പോ ഏതാ 5 കോടി ലിറ്റർ വെള്ളം ഇത് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ട് ചൂഷണം ചെയ്യണം. ദിവസം 2 ലക്ഷം ലിറ്റർ വെള്ളം ഇതിനാവശ്യമാണ്. അപ്പൊ ഇതുപോലെ ജലചൂഷണം നടത്തി ഒരു നാടിനെ മുഴുവൻ തകർക്കാൻ, മുടിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കൂട്ടുനിൽക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയിലെ CPM ഒഴിച്ചുള്ള ഘടകകക്ഷിയിൽ, CPMന്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്നൊക്കെ പറയുന്നത് ഇന്നലെ ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം നിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നിലനിർത്തണമെങ്കിൽ ഇനിയിപ്പോൾ മാർഗം എന്ന് പറയുന്നത് കടുംവെട്ടാണ്. അതിന് സ്ലോട്ടറിംഗ് ആണ്. ആ സ്ലോട്ടറിംഗ് കേരളത്തിൽ ആരംഭിച്ച ഏറെ നാളായി. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പുതിയ തീരുമാനം. ഈ തീരുമാനം എന്ന് പറയുന്നത് ഇത് കേരളത്തിന് ഒട്ടും അനുഗുണമായ ഒരു തീരുമാനമല്ല. കേരളത്തെ തകർക്കാൻ, അങ്ങ് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആളുകൾ വീട് നഷ്ടപ്പെട്ട് ഈ പ്രളയബാധിതര് അവര് കയറിക്കിടക്കാൻ ഇടമില്ലാതെ എങ്ങോട്ട് പോകും എന്ന് ആശ്രയമില്ലാതെ നിൽക്കുമ്പോൾ ടൗൺഷിപ്പ് ആണോ പണിയണ്ടേ, വീടാണോ കെട്ടിടമാണോ പണിയേണ്ടതെന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് അവരെ വട്ടം ചുറ്റിക്കുന്നു. അപ്പൊ ഇവിടെ എന്തടിയന്തര ആവശ്യമാണ്? ഈ ബ്രൂവറിയോ അല്ലെങ്കിൽ ഡിസ്റ്റിലറിയോ പുതിയതായിട്ട് തുടങ്ങാനുള്ള അടിയന്തര സാഹചര്യമാണ് കേരളത്തിലുള്ളത്? ഒരടിയന്തര സാഹചര്യവും ഇല്ല. ഇവിടെ മദ്യം കഴിക്കാത്തത് കൊണ്ട് ഒരാളും മരണപ്പെട്ടതായ ഒരു വാർത്തയില്ല. അപ്പൊ ഇത് കടുംപെട്ടിനുള്ള അതല്ലെങ്കിൽ അഴിമതിക്കുള്ള ഞാൻ തിരികെത്താം. ശ്രീ കെ സോമൻ, ആദ്യം ചോദിക്കുന്നത്, ഈ ഒരു വിഷയത്തിൽ, ഈ ബ്രൂവറി തീരുമാനത്തിൽ ദുരൂഹതയുണ്ട് എന്ന് BJP കരുതുന്നുണ്ടോ? അപർണ, ഇതിൽ അടിമുടി ദുരൂഹതയാണ്. ഇത് കടുംവെട്ട് മാത്രമല്ല, ഇത് കമ്മീഷൻ കൈക്കലാക്കാനുള്ള ഒരു ഗൂഢാലോചന കൂടിയാണ്. എന്റെ കയ്യില് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ 552ാമത്തെ ഐറ്റമായി മദ്യനയത്തെ കുറിച്ച് ഇവർ പറഞ്ഞത് ഞാൻ ഈ സമയം ഒന്ന് വായിക്കട്ടെ. ഒരു 5 സെക്കൻഡ് മതിയാവും. മദ്യം കേരളത്തിൽ ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക. ഇതൊരു വിപത്തായി മാറിയിട്ടുണ്ട്. ഇതിന്റെ ഉപയോഗവും വിനിമയവും വിതരണവും ലഭ്യതയും കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കും നടത്തുക. ഇതിന് മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്നുള്ളതിനെക്കാട്ടിൽ കൂടുതൽ, അതായത് 2016 കൂടുതൽ ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇതിനായി സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ മാതൃകയിൽ അതിവിപുലമായ ജനകീയ ബോധവൽക്കരണ പ്രസ്ഥാനത്തിന് രൂപം നൽകും. അഡിക്ഷൻ സെന്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. മദ്യവർജന സമിതിയും സർക്കാരുമായിട്ടുള്ള സഹകരണം ശക്തിപ്പെടുത്തും എന്ന് പറഞ്ഞ് 2016
അധികാരത്തിൽ വരാൻ വേണ്ടി സിനിമാ നടിമാരെയും നടന്മാരെയും സേനാപതി വേണു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ ഇടതുപക്ഷ സർക്കാർ വന്നാൽ അവരുടെ മദ്യനയം വളരെ വിപുലമായിരിക്കും എന്ന് പറഞ്ഞു വന്ന് ഏതാണ്ട് ബിജെപിയുടെ വിഷയം സർക്കാരിന്റെ മദ്യനയമാണോ അതോ കോൺഗ്രസ് ആരോപിക്കുന്നത് ഒയാസിസ് കമ്പനിക്കെതിരെയാണ്? കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് മുന്നിൽ വെച്ചിട്ടാണല്ലോ ഈ ടെൻഡർ പോലും വേണ്ട എന്ന് പറയുന്നത്. അത് കൂട്ടുവിളിച്ചുകൊണ്ടാണ് എക്സൈസ് മന്ത്രി അടക്കം ന്യായീകരിക്കുന്നത്. അതെങ്ങനെ ബിജെപി നിഷേധിക്കും? ഞാൻ സൂചിപ്പിക്കട്ടെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന ചോദ്യത്തിലേക്കാണല്ലോ അവർ ആദ്യം എന്നെ സമീപിച്ചത്. ഇത് കടുംവെട്ടാണ്, കമ്മീഷന് വേണ്ടിയാണ് എന്ന് പറയുമ്പോ 1000-ലധികം കേന്ദ്രങ്ങളിൽ മദ്യലഭ്യത ഇന്നുണ്ട്. അവിടേക്ക് ഒരു വർഷം 18 കോടി. കമ്പനിക്ക് ദുരൂഹതയുണ്ടോ? ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ദുരൂഹത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമ്പനിയുമായി ബന്ധപ്പെട്ട് ദുരൂഹതയുള്ളത് കൊണ്ടാണല്ലോ ഡൽഹി മുഖ്യമന്ത്രിക്കും അവിടുത്തെ ഒരു മന്ത്രിക്കും ജയിലിൽ പോവേണ്ടി വന്നത്, അവിടെ ED അന്വേഷണം വേണ്ടി വന്നത്, പഞ്ചാബിൽ നിന്നുള്ള പ്രതിഷേധം വന്നത്, കേന്ദ്ര സർക്കാരിന്റെ പട്ടികയിലുണ്ട് എന്ന മറയിൽ നിർത്തിക്കൊണ്ട് ഇവിടേക്ക് ഇത് കൊണ്ടുവരുമ്പോ ഇവിടെ എന്തിനാണ് ഈ സംരംഭം എന്ന ചോദ്യമാണ് പ്രസക്തം. ഇത് ആരാവശ്യപ്പെട്ടിട്ട് കൊണ്ടുവരികയാണ്? CPM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മദ്യനയം മദ്യലഭ്യത കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന ചോദ്യമാണ് ഈ സന്ദർഭത്തിൽ ഉയർത്തുന്നത്. ഇത് പാലക്കാടാണല്ലോ കൊണ്ടുവരുന്നത്. പാലക്കാട് ഇത് കൊണ്ടുവരുമ്പോ ഇന്നലെ ഈ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ബഹുമാനായ ശ്രീ രാജേഷ് പാലക്കാടുകാരൻ കൂടിയാണ്. അദ്ദേഹം പറയുകയാണ് ഇത് കാർഷിക മേഖലയ്ക്ക് വലിയ ഗുണമുണ്ടാകും എന്ന് പറയുകയാണ്. എവിടെ കാർഷിക മേഖലയിൽ ഗുണമുണ്ടാകുന്നത്? അവർ ഇവിടെ മദ്യം ഒഴുക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ മദ്യ മുതലാളിമാരിൽ നിന്ന് പണം കൈക്കലാക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ലഭ്യമാക്കുന്നില്ല. മരുന്ന് നൽകുന്ന കമ്പനിക്ക് 90 കോടി രൂപ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാതെ ഞങ്ങൾ മരുന്ന് നൽകില്ല എന്ന് പറഞ്ഞ് ആ മെഡിക്കൽ കോളേജിനെ സമീപിക്കുന്ന രോഗികൾ മരുന്ന് കിട്ടാതെ വലിയുകയാണ്. നമ്മുടെ റേഷൻ കടകളിൽ അരി കിട്ടുന്നില്ല. കേന്ദ്രം അരി കൊടുക്കാത്തത് കൊണ്ടല്ല പറഞ്ഞ, കേന്ദ്രം കൊടുത്ത അരി FCI ഗോൾഡ് ഗവൺമെന്റിൽ കെട്ടിക്കിടക്കുകയാണ്. ആ അരി റേഷൻ കടകളിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കരാറെടുത്തിരിക്കുന്നവർക്ക് അവർക്ക് കൊടുക്കേണ്ട പണം സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല. അപ്പൊ റേഷൻ കടകളിൽ അരിയില്ല, ആശുപത്രികളിൽ മരുന്നില്ല. ഇവിടെ വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്ലാച്ചിമടയടക്കം പാലക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് വേണ്ടി മലയാളികൾ നെട്ടോട്ടമോടുമ്പോ മദ്യം കുടിപ്പിച്ചവനെ അവന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് പണം കൈക്കലാക്കാൻ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി മദ്യ മുതലാളിമാരുടെ പണം കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണിത്. ഇവിടെ പക്ഷേ ഇതിനകത്ത് ശ്രീ കെ സോമൻ കോൺഗ്രസ് പറയാത്ത ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാളയത്തിൽ നിന്ന് പോയിട്ടുള്ള സന്ദീപ് വാര്യർ, അകാലിദളിന്റെ ദീപ് മൽഹോത്ര, അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള ഒയാസിസ് ഗ്രൂപ്പ്, യോഗി ആദിത്യനാഥുമായി അടുത്ത ബന്ധമുള്ള MLA, അത്തരത്തിൽ ഇത് ഈ ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധമെല്ലാം BJP-യിലേക്ക് നീളുന്ന ബന്ധങ്ങളാണ്. കേരളത്തിലിരുന്ന് ഇവിടുന്ന് താങ്കൾ അത് മുഴുവൻ നിഷേധിക്കുമ്പോഴും അങ്ങനെ BJP-യിൽ നിന്ന് പോയ ആള് പറയുന്നു എന്നതൊന്നും അല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം ഇത് ഈ ഒരു സ്ഥാപനം എന്തിന് നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരണം? ഇവിടെ ഇന്ന് ഈ നിലയിൽ ഒരു മദ്യനിർമ്മാണ കമ്പനിയുടെ സാധ്യത എന്താണ്? അത് തൊഴിൽ നൽകാനാണ് എന്ന് പറയുമ്പം ഈ സംരംഭം മാത്രമാണോ തൊഴിൽ നൽകാൻ വേണ്ടിയിട്ട് കഴിയുക? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ടായല്ലോ. എന്തുകൊണ്ട് പുതിയ വൈദ്യുത പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചുകൊണ്ട് തൊഴിൽ നൽകാൻ വേണ്ടി ശ്രമിക്കുന്നില്ല? BJP-ക്ക് ബന്ധമുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ, യോഗി ആദിത്യനാഥിന് ബന്ധമുള്ള സ്ഥാപനമാണെങ്കിൽ, അകാലിദളിന്റെ നേതാക്കന്മാർക്ക് ബന്ധമുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ എന്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഇവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് വരുന്നു? ഇത് സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമാണോ? ഇത് എവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്? DYFI-കാരനായിട്ടുള്ള എക്സൈസ് മന്ത്രി പഴയ DYFI-കാരനാണല്ലോ. അവർ എന്താണ് പാടി നടന്നത്? പള്ളിയല്ല പണിയുന്നത് പള്ളിക്കുടങ്ങളാണെന്ന് പറഞ്ഞിട്ട് ആ വിദ്യാർത്ഥി സമൂഹത്തെ മദ്യത്തെ മുക്കിൽ കൊല്ലാൻ വേണ്ടി കൂടുതൽ മദ്യലഭ്യത ഉണ്ടാക്കുന്ന ബ്യൂവറി ഇവിടെ ഉണ്ടാക്കുകയാണ്, മദ്യനിർമ്മാണ ശാല ഉണ്ടാക്കുകയാണ്. ഇതിന്റെ കണക്ക് നിങ്ങൾ ആലോചിക്കുക. മദ്യനിർമ്മാണത്തിന്റെ ENA ഇവിടെ ഈ നാട്ടിൽ ഉണ്ടാക്കുന്നില്ല.
ഇത് ഒരു വർഷം 9 കോടി ലിറ്റർ തന്നെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ്, അങ്ങനെ ഇത്രയും വലിയൊരു ഇറക്കുമതി ഇങ്ങോട്ട് വരുന്നു. ഇത് ഇവിടെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് പുറത്തുനിന്ന് വരും. എന്തായാലും മദ്യപിക്കും എങ്കിൽ അത് ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൂടെ എന്നൊരു സിമ്പിൾ ലോജിക്ക് അതിനകത്തില്ലേ? ആ ഇറക്കുമതി കുറച്ചുകൂടെ, കുറച്ചു പേർക്ക് തൊഴിൽ കിട്ടുമെങ്കിൽ അങ്ങനെ ഒരു ലോജിക്ക് ഇതിനകത്തില്ലേ? അല്ലാതെ ഇവിടെ ഈ ഡിസ്റ്റിലറി വരുന്നില്ല, ഈ ബ്രൂവറി വരുന്നില്ല എന്നതുകൊണ്ട് ആരെങ്കിലും കുടിക്കാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിലറി വരുമ്പോൾ അതിന് ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ലോജിക്കൊന്നും അവിടെ വർക്കൗട്ട് ആവുന്നില്ലല്ലോ. ലാവർണ, അതിൻ്റെ അകത്തൊരു ഒരു 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 ധാർമ്മികതയുടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പോ മദ്യം വിൽക്കാനും മദ്യഷാപ്പ് തുടങ്ങാനുമാണെങ്കിൽ എത്ര പേർക്ക് വേണമെങ്കിലും തൊഴിൽ കൊടുക്കാം. നമ്മുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലം അതല്ലല്ലോ. ഇവിടെ BJPയുടെ പ്രതിനിധി അവരുടെ പ്രകടന പത്രികയിലും അവര് ഇടതുപക്ഷവും അതുപോലെ തന്നെ കേരളത്തിലെ പൊതുസമൂഹവും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നല്ലേ, കേരളത്തിൽ ഈ മദ്യത്തിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ലഭ്യത അത് കുറച്ചു കൊണ്ടുവന്ന് ഈ മദ്യ ദുരന്തത്തിൽ നിന്ന് ഒരു പൊതുസമൂഹത്തെ രക്ഷിക്കുക എന്നുള്ളത്. ഇവിടെ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ഫാക്ടറിയോ കമ്പനിയോ തുടങ്ങിയാണോ ആളുകൾക്ക് തൊഴിൽ കൊടുക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ. ഇനി അതിനേക്കാൾ ഉപരി ഇതിന്റെ ഒരു ജലചൂഷണത്തിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. പാലക്കാട് പോലെ എന്താ പറഞ്ഞേ, ഈ മഴയുടെ ലഭ്യത, മഴ നിഴൽ പ്രദേശമായി മാറിയിരിക്കുന്ന ഒരു സ്ഥലം. എന്തിനാ നമ്മൾ കൊക്കോക്കോളയ്ക്കെതിരെ സമരം ചെയ്തത്? ആ ജലചൂഷണം അത് ആ നാടിനെ വല്ലാതെ എന്താ പറഞ്ഞ വരൾച്ചയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ടല്ലേ. അപ്പോ ഇത് ഇനി വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, EK നയനാരെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ VS അച്യുതാനന്ദനെ പോലുള്ള ആളുകൾ അവരൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരാണോ? അവര് ഒരു എക്സിക്യൂട്ടീവ് തീരുമാനമെടുത്ത് അത് നമ്മുടെ നാട്ടിൽ ഒരു നിയമം പോലെ നിലനിൽക്കുമ്പോൾ എന്തേ അവരൊന്നും അങ്ങനെ തീരുമാനിക്കാതെ അവരെക്കാൾ ബുദ്ധിമാനും അവരെക്കാൾ മികച്ചതും ആണോ ശ്രീ പിണറായി വിജയൻ? ഇതിന്റെ പിന്നിലുള്ളത് സാമ്പത്തിക ലാഭം മാത്രമാണ്. അതല്ലാതെ നമ്മുടെ നാട്ടിൽ ഇത് ഉൽപ്പാദിപ്പിച്ച് ഇതിലൂടെ നാടിന് പ്രയോജനം ഉണ്ടാകുക എന്നുള്ള ഒരു കാര്യവുമില്ലല്ലോ. ഇപ്പൊ മന്നം ഷുഗർ മില്ല് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ അവിടുത്തെ ഉൽപാദനങ്ങൾ പോലും പകുതിയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഇത് ഏതെങ്കിലും സദുദ്ദേശത്തോടു കൂടിയല്ല, ഇതൊക്കെ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇല്ല എങ്കിൽ നമ്മളിത് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്നതല്ലോ, കൊണ്ടുവരുന്നതിന്റെ അളവ് കുറച്ച് കൊണ്ടുവരുന്നതല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് സാങ്കേതികത്വത്തിന്റെ മറവ് പറ്റിക്കൊണ്ട് 1500 പേർക്ക് തൊഴിൽ കിട്ടും എന്നൊക്കെയുള്ള ഈ എന്താ പറഞ്ഞ മുടന്തൻ ന്യായങ്ങളെ ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ഇവർക്ക് കോടികൾ സമ്പാദിക്കാനുള്ള തന്ത്രമാണ്. ഞാൻ തിരികെ വരാം. CPM നേതാവ് ശ്രീ KM ഗോപിനാഥ് നമുക്കൊപ്പം ചേരുന്നു. ഇത്ര തിടുക്കം സാധാരണ കാണാത്ത ഒരു തിടുക്കം എന്തുകൊണ്ടായിരുന്നു? 15-ാം തീയതി മന്ത്രിസഭ വിഷയം ചർച്ച ചെയ്യുന്നു. 16-ാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതിന്റെ ഉത്തരവും പുറപ്പെടുവിക്കുന്നു. സർക്കാരിന്റെ മദ്യനയം എന്താണെന്ന് വ്യക്തമായി, അല്ലെങ്കിൽ നടപ്പാകുന്ന ഈ വർഷത്തിലെ മദ്യനയം എന്താണെന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുക പോലും ഇല്ലാതെ ഇത്ര തിടുക്കത്തിൽ ഈ ഒരു നടപടിയിലേക്ക് കടന്നത് എന്തുകൊണ്ടായിരിക്കും? ശ്രീ KM ഗോപിനാഥ്. നമ്മൾ ആവശ്യമില്ലാതെ കാട് കയറിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലിപ്പോൾ ഏതൊരു പ്രശ്നം ഗവൺമെൻറ് ഏറ്റെടുത്താലും അതിനെ ഒരു മറുവശം കണ്ടുകൊണ്ട് രാഷ്ട്രീയമായി അതിനോട് പകപോക്കി അതിനോട് രാഷ്ട്രീയ പ്രേരിതമായി വർത്തമാനം പറയുന്ന ഒരു പൊതു സമീപനം BJPയും കോൺഗ്രസും സ്വീകരിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്നത് BJPയാണ്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രീൻ ട്രൈബ്യൂണൽ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധത്തിലുള്ള അംഗീകാരവും ലഭിച്ചതിന് ശേഷമാണ് 2022-23 അതിനുശേഷം 23-24 യഥാർത്ഥത്തിൽ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള മദ്യനയത്തിൻ്റെ ഭാഗമായി അതിൽ പറഞ്ഞിട്ടുള്ള ക്ലോസുകൾ പ്രകാരം ആ നടപടികൾ പൂർത്തീകരിച്ച കമ്പനിക്ക് കേരളത്തിൽ തന്നെ ENA എന്ന് പറയുന്ന എത്തനോൾ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ആ പ്രോഡക്റ്റ് കൺസംഷൻ കേരളത്തിനകത്ത് കൂടുതലാണ്. അത് ഏതാണ്ട് പെട്രോളിയം കമ്പനികൾ തന്നെ 20% ഉപയോഗിക്കുന്നുണ്ട് ന്യൂട്രൽ ചെയ്യാൻ. അതുകൊണ്ട് അത്തരത്തിലുള്ള എത്തനോളിൻ്റെ ENAയുടെ ഇറക്കുമതി കേരളത്തിനകത്ത് അനിയന്ത്രിതമായി നടക്കുന്നുണ്ട്. ഞാൻ വരുമ്പോൾ ഈ ഡിസ്കഷനകത്ത് അപർണ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ മറ്റ് സ്റ്റേറ്റുകളിൽ നടക്കം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ആ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ, കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വെജിറ്റബിൾ എന്നുള്ള നിലയിൽ ബ്രോക്കൺ റൈസ്, അതുപോലെ തന്നെ വേസ്റ്റഡ് റൈസ്, അതുപോലെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വന്ന ചോളം, അതുപോലുള്ള കാര്യങ്ങൾ, സ്വീറ്റ് പൊറോട്ട അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്പിരിറ്റിൻ്റെ നിർമ്മാണം കേരളത്തിനകത്ത് തന്നെ നടത്തണമെന്നൊരു പൊതു തീരുമാനം എടുത്തത്. അതിന് പ്രത്യേക ലൈസൻസ് ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ പരിസ്ഥിതി ലൈസൻസോ മറ്റു കാര്യങ്ങളോ
അതിൻ്റെ ഫീസിബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ കമ്പനിയാണ് നോക്കണത്. ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇന്ത്യയിൽ തന്നെ 9ഓളം വരുന്ന ഈ ബ്രൂവറീസ് നടപ്പാക്കുന്നുണ്ട്. ബ്രൂവറി നേരിട്ടല്ല കേരളത്തിന് ചെയ്യുന്നത്, 4 സ്റ്റേജായിട്ടാണ് ഇത് ചെയ്യുന്നത്. ബോട്ടിലിംഗ് പ്ലാന്റ് ഉണ്ട്, അതുപോലെ ഡിസ്റ്റിലറി ഉണ്ട്, ബ്രൂവറി ഉണ്ട്. അതിൻ്റെ ഒടുവിലത്തെ സ്റ്റേജാണ് ഈ ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ഇക്കാര്യങ്ങളിൽ കോമ്പറ്റഡ് ആയിട്ടുള്ള കമ്പനി 600 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിനകത്ത് വരുന്ന വിധത്തിലേക്ക് കേരളത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി ആണെന്ന് പറയുമ്പോൾ എല്ലാം IT ഇൻഡസ്ട്രി തന്നെ ആവണമെന്നില്ല. പലതരത്തിലുള്ള ഇൻഡസ്ട്രിയും കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിലേക്ക് ആകർഷിക്കുമ്പോൾ അതിനെ തട്ടിക്കളയുകയല്ല കേരള ഗവൺമെൻറ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി വേറെന്താ സൈഡ് എഫക്റ്റ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഈ വേണു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഞാൻ വരുമ്പോൾ ചർച്ച കേട്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ജലചൂഷണം നടത്തുന്നതാണ്. പാലക്കാട് പ്ലാച്ചിമട ഒക്കെ അടക്കം ഉണ്ടായിരുന്ന സ്ഥലത്തെ ജലചൂഷണത്തിൻ്റെ പ്രശ്നമല്ല ഇതുള്ളത്. ഇത് അവരുടെ ഈ ഗവൺമെൻറ്റിനുള്ള ആപ്ലിക്കേഷനിൽ തന്നെ ഇതിന് അനുവദിക്കണമെന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ തന്നെ മന്ത്രിസഭ അംഗീകാരം കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ നേടിയെടുത്തുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്. അത് വാട്ടർ അതോറിറ്റി അതിനെ സംബന്ധിച്ച് അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പ്രത്യേക ജലസംഭരണികൾ ആ കമ്പനി ചെയ്യുന്നുണ്ട്. ETP പ്ലാന്റ് വഴി റീയൂസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ റീസൈക്കിൾ ചെയ്ത് വാട്ടർ ഉപയോഗിക്കാൻ ഒരു തരത്തിലുള്ള വാട്ടർ എമിഷനും പുറത്തേക്ക് പോകാതെ പ്യുവർ വാട്ടറായി അത് വീണ്ടും റീയൂസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള സംവിധാനങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ കടന്നതുകൊണ്ട് 2 ചോദ്യം. ഒന്ന്, പാരിസ്ഥിതിക പഠനം നടത്തിയെന്ന് കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പാരിസ്ഥിതിക പഠനം പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു പ്രദേശമായതുകൊണ്ട് അങ്ങനെ അതിനകത്ത് നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എലപ്പുള്ളി പഞ്ചായത്തിനെ കൺവിൻസ് ചെയ്യിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലേ? അല്ലെന്നേ, അത് ഗ്രീൻ ട്രൈബ്യൂണല് ഇന്ത്യയിൽ താഴെ നമ്മൾ കേരളത്തിലെ പൊല്യൂഷൻ കൺട്രോളിൻ്റെ മുകളിലാണ് യഥാർത്ഥത്തിൽ ഗ്രീൻ ട്രൈബ്യൂണൽ, സെൻട്രൽ ഗ്രീൻ ട്രൈബ്യൂണൽ. ആ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് സർക്കാരല്ല നോക്കേണ്ട, ആ കമ്പനിയാണ് നോക്കേണ്ടത്. കമ്പനി അത് ചെയ്തിട്ടുണ്ടോ, ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാണ് സ്റ്റേജ് വൈസ് ആയിട്ട് ഇക്കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അതായത് വേണമെങ്കിൽ അതാണോ? അതായത് ഇപ്പോഴേ ഈ പദ്ധതി പറ്റില്ല എന്നൊരു തീരുമാനത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും ഒക്കെ കടക്കുമെന്ന് പഞ്ചായത്ത് പറയുന്നു. പഞ്ചായത്ത് കേരളത്തിലെ ഇല്ലില്ല അത് അപർണ, അത് കേരളത്തിലെ പഴയ സ്ഥിതിയായിരുന്നു. പഞ്ചായത്തുകൾക്ക് ഒറ്റപ്പെട്ടൊരു സ്ഥാപനം അടച്ചുപൂട്ടാനൊക്കെ നോട്ടീസ് കൊടുക്കുന്ന സ്ഥിതി മാറി കേരളത്തിനകത്ത് അങ്ങനെ നേരിട്ട് ഇടപെടാൻ കഴിയില്ല, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവർക്ക് റിപ്പോർട്ട് ചെയ്യാം, പാരിസ്ഥിതിക അനുമതി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാം, പഞ്ചായത്തിൻ്റെ ടാക്സ് വാങ്ങാം, പഞ്ചായത്ത് പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വെള്ളം അതുപോലെ തന്നെ കര തുടങ്ങിയിട്ടുള്ളത് മലിനമാകുന്നുണ്ടോ, ആ മലിനീകരണ ഇത് സംഗതിയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക എന്നുള്ളതല്ലാതെ ക്ലോഷർ നോട്ടീസൊക്കെ നേരത്തെ കൊടുത്ത പോലെ കൊടുക്കാനുള്ള അനുവാദമൊന്നും ഇപ്പം ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ BJP നേതാവ് കേരളത്തിനകത്ത് ഭരിക്കാത്തതുകൊണ്ട് BJPയുടെ ഇതൊരു വിഷയം ഈ പറഞ്ഞതുകൊണ്ടാണ് 2022 ബ്രൂവറി അനുവദിക്കാൻ ഒരു തീരുമാനമെടുക്കുക. അത് ഇതേ സ്ഥലത്ത് അത് പ്രതിപക്ഷം എതിർക്കുന്നു, അത് പിന്നോട്ട് പോകുന്നു, ജനങ്ങൾ ഇവിടെ ഒരു പ്രതിഷേധം. ഇതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഈ അനുമതി കൊടുത്തിരിക്കുന്നത്. അത് 2 വർഷം അല്ല 3 വർഷത്തിന് ശേഷം ഒരേ സ്ഥലത്ത്. അത് സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് ആ സ്ഥലം. അല്ല അപർണ, ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ചോദ്യം BJP നേതാവിന് ഉത്തരം പറയേണ്ട കാര്യമില്ല. K. സോമനെ ഞാൻ മാറ്റി നിർത്തുകയാണ്. അതേസമയം കോൺഗ്രസ് നേതാവ് അദ്ദേഹം ഉത്തരം പറയേണ്ട ഒരു കാര്യം, സേനാപതി വേണു പറയുമ്പോൾ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണല്ലോ. അദ്ദേഹം പറയേണ്ട ഒരു കാര്യം, കേരളത്തിനകത്ത് നിലവിൽ 2 ബ്രൂവറി പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിനകത്ത് 10ഓളം വരുന്ന ബ്ലെൻഡിങ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിനകത്ത് 8 ഡിസ്റ്റിലറി പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം അതാത് കാലത്തിലെ ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ്റും UDF ഗവൺമെൻറ്റും ഒക്കെ അനുവാദം കൊടുത്താണല്ലോ. ഏത് ലൈസൻസിൻ്റെ ഏത് ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തിട്ടുള്ളത്? ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നോ? അപ്പോൾ അതൊക്കെ ഗവൺമെൻറ്റിന് കൃത്യമായ മദ്യനയത്തിലെ നിലവിലുള്ള വ്യവസ്ഥയനുസരിച്ച് ഒരു സ്ഥാപനം താല്പര്യപത്രം ക്ഷണിച്ച് ഇവിടെ വന്നാൽ അവർ ആ കാര്യങ്ങളെല്ലാം കോമ്പീറ്റൻ്റ് ആയി അതെല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് അനുവാദം കൊടുക്കാം. ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അന്നില്ലാത്തൊരു പ്രതിഷേധം ഒന്നുണ്ടാക്കേണ്ട കാര്യം എന്താ? ഓക്കെ, അത് ശരിയായൊരു നടപടിയല്ലല്ലോ.
യെസ്, ഞാൻ തിരികെ വരാം. സർക്കാരിന്റെ മദ്യനയം എന്ത് അത് വ്യക്തമാകുന്നുണ്ടോ ഒരു ചോദ്യമുണ്ട്. ഞാൻ അതിലേക്ക് കൂടി വരാം. കത്തോലിക്ക കോൺഗ്രസിന്റെ ചങ്ങനാശ്ശേരി രൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബിജു സെബാസ്റ്റ്യൻ, ഒരു സ്ഥലത്ത് ഒരു വ്യവസായം വരുന്നു, ആ വ്യവസായത്തിന്റെ റോ മെറ്റീരിയലുകളും അല്ലെങ്കിൽ തൊഴിലടക്കമുള്ള കാര്യങ്ങൾ അവിടെ എൻഷുർ ചെയ്യപ്പെടുന്നു. അതിനർത്ഥം ആ വ്യവസായത്തിന്റെ പ്രോഡക്റ്റ് എല്ലാം ഉപയോഗിക്കപ്പെടുന്നത് ആ സ്ഥലത്ത് തന്നെയാണ് എന്നുള്ള കാര്യമല്ലല്ലോ. ഇറക്കുമതി കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നു. ഇത്രയും പേർക്ക് തൊഴിൽ നൽകാനുള്ള ഒരു കാര്യത്തിലേക്ക് സർക്കാർ കടക്കുന്നു. കേരളത്തിന്റെ മദ്യ ഉപഭോഗം ദേശീയ ശരാശരിയിലും താഴെയാണ് എന്നുള്ളൊരു കണക്ക് വെച്ചുകൊണ്ടാണ് എക്സൈസ് മന്ത്രി മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഇൻ ഇന്ത്യ റിപ്പോർട്ടിനെയൊക്കെ വെച്ചിട്ട് ഈ കണക്കൊക്കെ അവതരിപ്പിക്കുന്നത്. അതായത് മദ്യ ഉപഭോഗം താരതമ്യേന കൂടുതലല്ല, കുറവാണ് എന്നുള്ള കണക്കുകൾ കൊണ്ട് ഇതൊരു വ്യാവസായിക വിഷയമാണ്, ഒരു വ്യവസായം തുടങ്ങുന്ന കാര്യമാണ്. അതങ്ങനെ അല്ലാതെ ഇതൊരു നയമായിട്ടും ഇതൊരു ധാർമ്മിക വിഷയമായിട്ടും എന്തുകൊണ്ടാണ് സഭ കാണുന്നത്? തീർച്ചയായിട്ടും അപർണ്ണ, ഇപ്പോ ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നത് കേരളത്തിലേക്ക് വലിയൊരു ഇൻഡസ്ട്രി വരുന്നു എന്ന രീതിയിലല്ല ഈ വിഷയത്തെ കാണേണ്ടത്. ഈ വിഷയത്തിന് ധാർമ്മികപരമായിട്ടും ഹ്യൂമൻ ലൈഫ് വാല്യൂലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സഭ അല്ലെങ്കിൽ സമുദായം എന്തുകൊണ്ടാണ് മദ്യത്തിന്റെ വ്യാപകമായിട്ടുള്ള വിനിയോഗത്തെ എതിർക്കുന്നത്? ഇത് പൊതുസമൂഹത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ സംബന്ധിച്ച് പൗരന്റെ ജീവനും സ്വത്തിനും ആരോഗ്യത്തിനും സംരക്ഷണം നൽകേണ്ട ബാധ്യത ഗവൺമെന്റുകൾക്കുണ്ട്. ഇവിടെ മദ്യം സുലഭമായി ലഭിക്കുമ്പോൾ സ്വാഭാവികപരമായിട്ടും ഇതുകൊണ്ടാകുന്ന ആഫ്റ്റർ ഇമ്പാക്റ്റിനെ പറ്റിയും ചർച്ചകൾ ആവശ്യമാണ്. ഗവൺമെന്റുകൾ ഒത്തിരി രൂപ നമ്മുടെ കൗൺസിലിംഗ് സെന്റേഴ്സിലും ഡി അഡിക്ഷൻ സെന്റേഴ്സിനും വേണ്ടിയും ഇനിയും ഹോസ്പിറ്റലുകളിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മാറ്റിവെക്കുന്നുണ്ട്. മദ്യത്തിന്റെ വിനിയോഗം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും അവരുടെ വാതുക്കൽ ലഭ്യമാകുന്ന മദ്യം ഉപയോഗിക്കുകയും ആ മദ്യം മൂലം കുടുംബത്തിൽ അസ്വസ്ഥതകളോ സൃഷ്ടിക്കപ്പെടുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ, അതിൽ നൊന്ത് ജീവിക്കുന്ന ഒത്തിരിയേറെ ഭാര്യമാരുണ്ട്. ഭർത്താക്കന്മാര് മദ്യപിക്കുന്നവരാണെങ്കിൽ അവരുടെ ഭാര്യമാര് ബുദ്ധിമുട്ടിൽ ജീവിക്കുന്നുണ്ട്. കുട്ടികളുടെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ മദ്യപിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന ഗൃഹനാഥൻ, ആ കുട്ടിയുടെ മാനസികാവസ്ഥ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മകനാണ് മദ്യപിക്കുന്നത് എങ്കിൽ അവൻ ആ മദ്യപാനത്തിന് ശേഷം വണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ആക്സിഡന്റുകൾ, ആ ആക്സിഡന്റിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. വീണ്ടും അവിടെ ഒത്തിരിയേറെ തുക ഈ രംഗത്തേക്ക് സർക്കാരിന് തന്നെ മാറ്റിവെക്കേണ്ടി വരുന്നു. ധാർമ്മികപരമായിട്ടുള്ള ഒരു വിഷയം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഇത്തരം വിഷയങ്ങളെ കൃത്യമായി എതിർക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിനാണ് ആദ്യം സംരക്ഷണം കൊടുക്കേണ്ടത്, മനുഷ്യന്റെ ആരോഗ്യത്തിനാണ് ആദ്യത്തെ സംരക്ഷണം കൊടുക്കേണ്ടത്. പകരം കേരളത്തിലേക്ക് മദ്യത്തിന്റെ ഒരു ഒഴുക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കാരണം സർക്കാരുകളെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ഒരു മേഖലയായിട്ട് ലോട്ടറിയും മദ്യവും ഒക്കെ മാറുന്നു. അതിന് ഒത്തിരിയേറെ സാക്ഷികൾ, ഒത്തിരിയേറെ ആളുകൾ ജീവിതം തന്നെ സാക്ഷ്യമായിട്ട് സമർപ്പിക്കുന്ന രീതിയിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഇതിനെ എതിർക്കുക തന്നെ വേണം. കുടുംബങ്ങളിലുള്ള വീട്ടമ്മമാർ, അതിന്റെ ബാധ്യതകൾ അനുഭവിക്കുന്ന മക്കൾ, ഇതിന്റെ ബാധ്യതകൾ അനുഭവിക്കുന്ന പൊതുസമൂഹം, ഇത് പൊതുസമൂഹത്തിനുണ്ടാകുന്ന അക്രമ പ്രവണത, ഇതിനെയൊക്കെ പൊതു മനസാക്ഷിയിലേക്ക് എത്തിക്കുകയും പൊതുജനത്തിലേക്ക് എത്തിക്കുകയും കൃത്യമായ ബോധവൽക്കരണവും സഭയും സമുദായ സംഘടനകളും കൃത്യമായി ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം ഈ സമൂഹത്തിന് ഒരു ദിശാബോധം നൽകേണ്ട ആളുകളാണ് ഈ സമുദായവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ. സർക്കാരുകളെ സംബന്ധിച്ച് അവർക്ക് ലാഭം മാത്രമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ ഒരിക്കലും ഇങ്ങനെയുള്ള ഓർഗനൈസേഷനുകളെ സംബന്ധിച്ച് ആ ലാഭത്തെ പറ്റി ചിന്തിക്കേണ്ടതില്ല. അതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പൊതുസമൂഹത്തിൽ ഏത് രീതിയിലാണ് അതിനെ ബാധിക്കുക, ആരോഗ്യകരമായ ഒരു കുടുംബ ജീവിതത്തിൽ ഇത് അസ്വസ്ഥതകൾ സൃഷ്ടിക്കും എന്ന് തിരിച്ചറിയുന്നു. സർക്കാരുകൾ ഇതിന് ശേഷം ഇപ്പൊ ഇത്രയേറെ ഇതിൽ നിന്ന് വരുമാനം കിട്ടും എന്ന് പറയുമ്പോൾ ആ വരുമാനം കിട്ടിയത് മുഴുവൻ തന്നെ ഇതിന് ശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിന് ധാർമ്മികത ഇത് പറയുമ്പോഴും ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംരംഭം വരുന്നു, ഇതിലൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, ഇതല്ലെങ്കിൽ ഇത് പുറത്തുനിന്ന് വരുന്നു, ഇത് വാങ്ങിക്കുന്നു, ഇത് ഉപയോഗിക്കുന്നു, അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ സർക്കാർ ഇതിനകത്ത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഇത് കാർഷിക മേഖലയ്ക്ക് വളരെ പ്രയോജനകരമാകുന്നു. ഇതിനകത്ത് അസംസ്കൃത വസ്തുക്കൾ, അരി, ചോളം, പച്ചക്കറി വേസ്റ്റ്,
മരച്ചീനി സ്റ്റാർച്ച്, ഇതൊക്കെ കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഉപകാരപ്രദമാകുന്നു. ഈ ജല ദൗർബല്യം, അതായത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മറ്റൊരു തരത്തിൽ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളത്. അതല്ലാതെ ഇത് അവിടെ ഒരു ബ്രൂവറി വന്നാൽ അതൊരു ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആണെന്ന് കരുതിയ ആൾക്കാർ അത് വാങ്ങിക്കുമോ? അങ്ങനെ ഒരു തോന്നലുണ്ടോ കേരളത്തിൽ? ഈ മദ്യം ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വേർതിരിവൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുമോ? ഈ ധാർമ്മികത എന്ന് പറയുമ്പോഴും ഇത് ലോജിക്കുമായിട്ട് എങ്ങനെ കൂട്ടിച്ചേർത്ത് പറയും? യെസ്, തീർച്ചയായിട്ടും അപർണ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് അരി, ചോളം. ഇത് എവിടെയാ ഉണ്ടാകുക? കേരളത്തിലെ കാർഷിക മേഖലയിൽ എങ്ങനെയാ ഇതിൽ നിന്ന് ബൂസ്റ്റിംഗ് ഉണ്ടാകുക? ചോളം കേരളത്തിൽ എവിടെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യപ്പെടുക? ഇനി പാലക്കാട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. അവിടെ ജല ദൗർലഭ്യമുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ജലം എവിടുന്ന കിട്ടുക? ഞാൻ അത്തരം ചർച്ചകളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ച അരിയും ചോളവും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് കർഷകന് വലിയ നേട്ടമാകും. ആ വെള്ളം അവിടെ കിട്ടാത്ത സ്ഥലമാണ്. ഒരു മാസം വാട്ടർ അതോറിറ്റിയാണെന്ന് പറയുന്നു. വാട്ടർ അതോറിറ്റിയാണ്, റീസൈക്ലിംഗ് ഉണ്ട്, മഴവെള്ള സംഭരണമുണ്ട്, ഇതെല്ലാം പറയുന്നുണ്ട് ഉത്തരവിനകത്ത്. യെസ്, ഞാൻ അതിലേക്ക് എത്തുകയാണ്. ഞാൻ ഓരോന്നായിട്ട് എന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ച ഓരോ വിഷയങ്ങളിലേക്ക് എത്തുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന അതിഥി തൊഴിലാളികളെയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്രകാരം ഒരു കാര്യം വരുന്ന സമയത്തും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ കേരളത്തിലെ ആളുകളാണ്, അതുകൊണ്ട് ഇവിടെ ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ വ്യാജമാണ്. കാരണം ഇതൊരു ഇൻഡസ്ട്രി അല്ല, ഇത് ആൽക്കഹോള് ആളുകളിലേക്ക് എത്തിക്കുന്നു. ഇനി ഇതിന്റെ വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം അപകടം ഉണ്ടാക്കും എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു. അതിന്റെ ഒരു ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണം ഒരു ഓണമായിക്കോട്ടെ, ഈവൻ മറ്റേതെങ്കിലും ആഘോഷങ്ങളൊക്കെ ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസത്തെ പത്രങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം ആഘോഷ ദിവസങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ആഘോഷ ദിവസങ്ങളുടെ കൂട്ടത്തിൽ മദ്യത്തിന്റെ ഒരു ഉപയോഗം കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട്. അതുമൂലം നമ്മളുടെ ഒത്തിരിയേറെ ചെറുപ്പക്കാർ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒരു മനുഷ്യ ജീവന് വലിയ വാല്യൂ ഉണ്ട്. ഹ്യൂമൻ ലൈഫ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അസസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകരുത്. കേവലം ഒരു ബിസിനസ് വരും എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ മനുഷ്യ ജീവനുകളെ വെച്ച് പന്താടുന്ന പ്രവണതകൾ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും ഒരു ഗവൺമെന്റിനും യോജിച്ചതല്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് നടപ്പിലാക്കി കൊണ്ടുപോകുന്ന വികസന പ്രവർത്തനങ്ങളല്ല, അല്ലെങ്കിൽ ആ രീതിയിൽ കുറെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന പുതിയ സംരംഭങ്ങളല്ല കൊണ്ടുപോവുക. മദ്യത്തിന്റെ വിനിയോഗം വ്യാപകമാക്കിക്കൊണ്ട് ഏത് ഗവൺമെന്റുകൾ തീരുമാനങ്ങൾ എടുത്താലും അത്തരം തീരുമാനങ്ങളെ മനുഷ്യന്റെ അവകാശങ്ങളുടെ ഭാഗമായി തന്നെ എതിർക്കപ്പെടേണ്ടി ഏത് മേഖലയിലാണ് ശ്രീ കെ എൻ ഗോപിനാഥ്, പ്രതിപക്ഷം ഉന്നയിക്കുന്ന, കോൺഗ്രസ് ഉന്നയിക്കുന്ന, BJP ഉന്നയിക്കുന്ന ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത, അതിന്റെ കമ്മീഷൻ കണക്കുകൾ, അത്തരം ആരോപണങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് മദ്യനയം എന്ത്, സർക്കാർ മുന്നിൽ വെക്കുന്ന സന്ദേശം എന്ത്? ധാർമ്മികത മാത്രമാണ് പറയുന്നത്. സർക്കാർ ഇതാ ഒരു ബ്രൂവറി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിന് അനുമതി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഉയർത്തിവിടുന്ന സന്ദേശം എന്താണ്? സർക്കാർ എടുക്കുന്ന നിലപാട് ഏത് നയത്തിനൊപ്പമാണ് എന്നുള്ളൊരു ചോദ്യമില്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് മറ്റൊരു വിഷയമാണ്. അതിനെന്ത് ഉത്തരമാണ് ഉണ്ടാവുക? അപർണ, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാൻ അവസരം തന്നാൽ അതിനോട് ചേർത്ത് അദ്ദേഹം ഉത്തരം പറയുമെങ്കിൽ ചർച്ച കുറച്ചും കൂടി. ഞാനിത് ശ്രീ കെ എൻ ഗോപിനാഥനാണ് ചോദിച്ചത്. ചോദിക്കുന്നത് അല്ല, എനിക്ക് ഗോപിനാഥിനോട് ഒരു ചോദ്യം ചോദിക്കാൻ അപർണ അവസരം തന്നാൽ അദ്ദേഹം അതിന് വഴങ്ങിയാൽ ഈ ചർച്ച കുറച്ചും കൂടി സമ്പന്നമാവും. ചോദിച്ചോളൂ, ഇതിനൊപ്പം ചോദിച്ചോളൂ. ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ വാദം കേട്ടാൽ ഈ പുറത്തുനിന്ന് വരുന്ന അസംസ്കൃത സാധനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ നിർമ്മിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ലാഭകരമായി എത്തനോൾ ഇവിടെ ഉണ്ടാക്കേണ്ട അനിവാര്യതയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ സർക്കാരിന്റെ ഉടമസ്ഥതയിൽ, സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനം മലബാർ ഡിസ്റ്റിലറി, ആ ഡിസ്റ്റിലറിയിൽ ചില മദ്യമുണ്ടാക്കി, കേരള ബ്രാൻഡി ഉണ്ടാക്കി വിതരണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അവിടെ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട അനുമതി ഈ സർക്കാർ കൊടുക്കുമോ? അവിടേക്ക് ജലദൗർബല്യമില്ലാതെ വെള്ളം കൊടുക്കുന്നതിന് സർക്കാർ തീരുമാനമെടുക്കുമോ? അങ്ങനെ എത്തനോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു കമ്പനിയെ ക്ഷണിച്ചു കൊണ്ടുവരുന്നതിന്റെ സാങ്കത്യം എന്നാന്ന് കൂടി അങ്ങ് ഉത്തരം പറയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ കെ എൻ ഗോപിനാഥ്, മലബാർ ഡിസ്റ്റിലറി ഇങ്ങനെ ഒരു ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയുള്ള അനുവാദവുമായി, അല്ലെങ്കിൽ എത്തനോൾ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുവാദം ഗവൺമെന്റ് അടുത്ത് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
ചോദിച്ചിട്ട് അവർക്ക് മാത്രമായിട്ട് കൊടുക്കാതെ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയെ മാത്രം പ്രത്യേക താല്പര്യം എടുത്ത് കൊണ്ടുവന്നതാണോ എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കാം. എനിക്കറിയില്ല. വേണുവിന് അറിയാവുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാം. നമ്മൾ സ്വകാര്യ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമല്ല, സ്വകാര്യ സ്ഥാപനങ്ങൾ പലതും കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പൊതുമേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളും ഗവൺമെന്റ് നിലപാടെടുക്കുമ്പോൾ അതിനർത്ഥം കേരളത്തിലെ സ്വകാര്യ മേഖലാ വ്യവസായങ്ങളെല്ലാം അടച്ചുപൂട്ടണമെന്നല്ല. ഒന്നാണ് അത് കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെ സുഹൃത്ത് ശ്രീ ബിജു സെബാസ്റ്റ്യൻ, അദ്ദേഹം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതിനകത്ത് ഇരിക്കുന്നു എന്ന് പ്രത്യേകം പറയുകയുണ്ടായി, കാത്തലിക് അസോസിയേഷനെ. വാസ്തവത്തിൽ മദ്യപാനികളായി ഒരു സമുദായത്തിൽപ്പെട്ടവരും വരാൻ പാടില്ല. ഒരുപക്ഷെ കേരളത്തിനകത്ത് ക്രൈസ്തവ കമ്മ്യൂണിറ്റി അങ്ങനെ കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കമ്പാരിറ്റീവ്ലി ഭൂരിപക്ഷം മതമായതുകൊണ്ട് ഹിന്ദു മതവിഭാഗക്കാരായിരിക്കും അത് ഉപയോഗിക്കുക. മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തും അത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇതിനകത്ത് കൊടുക്കണ്ട. ആര് മദ്യം ഉപയോഗിച്ചാലും ആ മദ്യവർജനം, മദ്യനിരോധനം കൊണ്ട് നടപ്പാക്കാൻ കഴിയണതല്ല. അതിനാവശ്യമായിട്ടുള്ള കൗൺസിലും കാത്തലിക് അസോസിയേഷനും സഭയും ഒക്കെ ചെയ്യുന്ന പോലെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന, അതിനെ കേന്ദ്രീകരിക്കാൻ കഴിയുന്നവരുടെ എല്ലാം നിരന്തരമായിട്ടുള്ള അധ്വാനം കൊണ്ടാണ് അതിൽ നിന്നെല്ലാം നമുക്ക് ലഹരി മുക്തമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറ്റാൻ കഴിയുക. പക്ഷേ കേരളത്തിനകത്ത് നമ്മൾ മദ്യം നിരോധിച്ചിട്ടില്ല, മദ്യം ഉപയോഗിക്കുന്നുണ്ട്. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഇതിനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കുന്നുണ്ട്. കേരളത്തിൽ മദ്യവിൽപ്പന നന്നായി നടക്കുന്നുണ്ട്. ആ മദ്യവിൽപ്പന കഴിഞ്ഞ തവണത്തേക്കാളും ഈ പ്രാവശ്യം മദ്യം ക്രിസ്മസിനാണ് ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ളത്. അതിൻ്റെ കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ വരുന്ന അത് ഒരിക്കലും കുറയുന്നില്ല. നേരത്തെ അപർണ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ പുറമേ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. നമ്മൾ ഈ ENA എന്ന് പറയുന്ന ഈ എത്തനോൾ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഏതാണ്ട് 9.5 കോടിയോളം വരുന്നത് ലിറ്റർ കേരളത്തിനകത്ത് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ ഏതാണ്ട് 8.5 ലക്ഷം കോടിയോളം നമ്മൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഈ എത്തനോൾ എന്ന് പറയുന്നതിന്റെ ഉപയോഗം യഥാർത്ഥത്തിൽ മദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമല്ല, അല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. പോയിന്റാണ് ശ്രീ ഗോപിനാഥ്, വ്യാവസായികപരമായിട്ടുള്ള ഒരു പോയിന്റ്. 26 വർഷമായിട്ട് സംസ്ഥാനത്ത് മദ്യനിർമ്മാണശാലകളൊന്നും അനുവദിക്കുന്നില്ല. ഇവിടെ തന്നെ അല്ല, ഞാൻ അപർണ ഇവിടെ തന്നെ ഒയാസിസ് ഫാക്ടറി പ്രവർത്തിച്ചു തുടങ്ങി. അവിടെ എത്തനോൾ ഉത്പാദിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മദ്യം അല്ല, അത് മദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമല്ലെന്ന് ഞാൻ പറയുന്നത്. ആ എത്തനോൾ കേരളത്തിനകത്ത് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇതൊരു സർക്കാരിന്റെ നയമാണോ, അതാണോ വ്യക്തമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ്. അല്ലെങ്കിൽ ഇതിലൂടെ എത്തുന്ന സന്ദേശം ഇതൊരു നയമാണ് എന്ന് തന്നെയാണ്. നയം പ്രഖ്യാപിക്കാതിരിക്കുക, ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുക, അത് എന്ത് ഇരട്ടത്താപ്പാണെന്നാണ് ചോദിക്കുന്നത്. കേരളത്തിലെ മദ്യശാലകളെല്ലാം അടച്ചുപൂട്ടുമെന്ന് കേരള ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ മദ്യനയം കേരള ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ മദ്യനയം പുതുതായി ഇപ്പോൾ പുനഃസംഘടിപ്പിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് മദ്യത്തിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, മദ്യത്തിന്റെ പ്രായവ്യത്യാസം അനുസരിച്ച് ചെറുപ്പക്കാരിലേക്കൊക്കെ ഇപ്പോൾ സിഗരറ്റ് വലിയൊക്കെ മാറ്റിയിട്ട് മദ്യം ഉപയോഗിക്കുന്നതിന് കൂടി തുടങ്ങിയിട്ടുണ്ട്. വൈൻ ഷാപ്പുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതെല്ലാം നിരുത്സാഹപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ക്യാമ്പയിനും കാര്യങ്ങളും നടത്തുന്നതല്ലാതെ മദ്യവർജനത്തിന്റെ ക്യാമ്പയിൻ കൊണ്ടുവരാതെ മദ്യം നിരോധിച്ചാൽ സ്വാഭാവികമായിട്ടും ശ്രീ കെ എൻ ഗോപിനാഥ്, അതാണ് ഒരു വശത്ത് ഒരു ക്യാമ്പയിൻ നടത്തുക, മറുവശത്ത് ഞങ്ങൾ ഇതാ മദ്യനിർമ്മാണശാല ഇത്രയും വർഷത്തിന് ശേഷം ആരംഭിക്കാൻ അനുമതി കൊടുക്കുക. ആ കോൺട്രാഡിക്ടറിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് വ്യക്തമാക്കാൻ സർക്കാരിന് ഇഷ്ടമല്ലാത്ത, പിടികൊടുക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു നയം, ഒരു ആക്ഷനിലൂടെ വ്യക്തമാക്കുന്നു. അതാണ് വിഷയം. ഇല്ല, ഞാനൊരു കാര്യം പറയാം. നമുക്ക് മദ്യം അതുപോലെ തന്നെ ലോട്ടറി, ഈ രണ്ടും കേരളത്തിന്റെ തനത് വരുമാനത്തിൽപ്പെട്ടൊരു കാര്യമാണ്. GST വന്നപ്പോൾ പ്രത്യേകിച്ച് അതിന്റെ പ്രയോറിറ്റി കേരളത്തിനകത്ത് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കേരള ഗവൺമെന്റ് നാളെ UDF വന്നാലും BJP കേരളത്തിൽ ഭരിക്കാൻ അവസരം ഉണ്ടായാലും മദ്യം പാടെ ഉപേക്ഷിച്ച് മദ്യശാലകളിലും മദ്യഷാപ്പ് ഉൽപ്പാദനമൊക്കെ അവസാനിപ്പിച്ചു കളയുമെന്നുള്ളൊരു വ്യാമോഹമൊന്നും അവരും മുന്നോട്ട് വയ്ക്കില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നേരത്തെ ശ്രീ ബിജു സെബാസ്റ്റ്യൻ പറഞ്ഞ പോലെ അത് കേരളത്തിനകത്ത് ഒഴിവാക്കപ്പെടാൻ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഇതിനൊരു രാഷ്ട്രീയമായത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻഡസ്ട്രി വന്നു, 2000-ഓളം ആളുകൾക്ക് പരോക്ഷമായിട്ടോ 600-ഓളം പേർക്ക് നേരിട്ടോ ജോലി കിട്ടാൻ കഴിയുന്ന ഒരു സംവിധാനം, വ്യവസായങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ട് ആ വ്യവസായത്തെ നമ്മൾ തടയേണ്ട കാര്യമില്ല. അതല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയം.
10 രൂപ ഫ്രൈറ്റ് ഡ്യൂട്ടി കൊടുത്ത് ഇതേ എത്തനോൾ കേരളത്തിനകത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ മദ്യം ഉണ്ടാക്കാൻ ഡിസ്റ്റിലറികൾ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ ആ 10 രൂപയുടെ ഫ്രൈറ്റ് ഡ്യൂട്ടി എങ്കിൽ ആ ഫ്രൈറ്റ് ഡ്യൂട്ടി കേരളത്തിന് നഷ്ടമാകാതിരിക്കുകയും എത്തനോളിന്റെ ഉൽപ്പാദനത്തിന്റെ ഭാഗമായി കേരളത്തിലെ പെട്രോളിയം കമ്പനികൾക്കടക്കം ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിന് പകരം കേരളത്തിന് തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാനും കഴിയും എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സ്ഥാപനത്തെ നമ്മൾ കാണേണ്ടത്. അതിനെല്ലാ വിധത്തിലുള്ള ലൈസൻസും ഒക്കെ കിട്ടി ആ ഗവൺമെന്റ് മദ്യനയത്തിന്റെ എല്ലാ പാരാമീറ്ററും അംഗീകരിച്ചുകൊണ്ടല്ലാതെ കേരള ഗവൺമെന്റ് ഒരു തരത്തിലും അനുവാദം കൊടുക്കില്ല. പ്രാഥമികമായി അതെല്ലാം കിട്ടിയ ഒരു കമ്പനിയാണ്. ഈ കമ്പനിക്ക് മാത്രം എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരു വലിയൊരു ആരോപണം നിൽക്കുന്നത് IT പാർക്കുകളിലെ പബ്ബുകൾക്ക് ലൈസൻസ് നൽകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു റെഡ് കാർപ്പറ്റ് ഇടുകയാണ് എന്നുള്ള ഒരു ആരോപണം. അതിലേക്ക് കാര്യങ്ങൾ എത്തില്ലേ? പബ്ബുകളിലൊക്കെ വലിയ ക്യാനുകളിൽ ബിയർ എത്തിക്കണം. ഇത് ഈ 2 ദിവസത്തെ കൂടുതൽ സൂക്ഷിക്കാനുള്ള പ്രാക്ടിക്കലി ഉള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ കണ്ട് സംസ്ഥാനത്തിനകത്ത് തന്നെ ഉൽപാദനം തുടങ്ങുക എന്നുള്ള ഒരു സ്റ്റാർട്ടിംഗ് ഒരു പരിപാടി, അതായത് വ്യാവസായികം എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ വ്യക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക, ആ ആരോപണമുണ്ട്. അത് നടക്കുമ്പോൾ ഇത് അതിന്റെ ഭാഗമായിട്ട് നടന്നതാണ്, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഉത്തരമായിരിക്കുമോ പറയുക ഇടതുപക്ഷം? അല്ല, അപർണ വിദേശ രാജ്യങ്ങളെ പോലെ ഒരു പറുദീസയായി കേരളം മാറും എന്നുള്ള സ്വപ്നമൊന്നും നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. പക്ഷെ കേരളത്തിന്റെ പുതിയ തലമുറയ്ക്ക് വിദേശത്ത് പോയാൽ കിട്ടാവുന്ന പല കാര്യങ്ങളും കേരളത്തിൽ തന്നെ കിട്ടണം എന്നുള്ള പൊതു താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് നിയന്ത്രണത്തിന് വിധേയമായി സാമൂഹ്യമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാകാത്ത വിധത്തിൽ കേരളത്തിന് അത് ഉപയോഗപ്പെടുത്തുന്നതിന് എന്താ തെറ്റ്? ഓക്കെ, അതായത് ഈ പറഞ്ഞത് കണ്ണടച്ച് താങ്കൾ നിഷേധിക്കുന്നില്ല. നമ്മൾ പഴയ കാലഘട്ടത്തിൽ എന്നിട്ട് അല്ലാതെ ചെയ്യേണ്ടത്. ആ വാദം അംഗീകരിക്കാം. ശ്രീ സേനാപതി വേണു, IT പാർക്കുകൾ അല്ലെങ്കിൽ IT മേഖലകളിലുള്ള പബ്ബുകൾ അടക്കമുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും ഇത് ഇവിടെ അല്ലെങ്കിൽ ഇത് പുറത്തുനിന്ന് എത്തിക്കാനുള്ള സംവിധാനമോ പുറത്തുപോയി ഇത് ആക്സസ് ചെയ്യാനുള്ള സംവിധാനമോ ഒക്കെയുള്ള പുതിയ തലമുറയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എടുക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ വിഷയമല്ല. നിങ്ങൾ ചോദിക്കുന്നത് ഒയാസിസ് എന്ന കമ്പനിക്ക് മാത്രമായിട്ട് എന്തിനു കൊടുത്തു ഈ അനുമതി എന്നുള്ള ഒരു വിഷയം മാത്രമാണ്. അതിൽ ചുരുങ്ങുകയാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം, അല്ലേ? അല്ലല്ല, അങ്ങനെയല്ല. ഇവിടെ ബഹുമാന്യ ശ്രീ ഗോപിനാഥൻ ചോദിച്ചു, ആ കമ്പനിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അല്ല ഞാൻ അങ്ങോട്ട് വരാം. അല്ല, ഈ ഗോപിനാഥൻ ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തില് മുമ്പ് ഈ ബ്രൂവറികളും ഡിസ്റ്റിലറികളും ഒക്കെ അനുവദിക്കുന്നതിന് എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടായിരുന്നു? നമ്മൾ 25 കൊല്ലം മുമ്പുള്ള കാര്യമല്ല ചർച്ച ചെയ്യുന്നത്, നമ്മൾ ഇപ്പോഴത്തെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോ മദ്യത്തിന്റെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ശാസ്ത്രീയമായ ഒരു പഠനം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ? ഇപ്പൊ മുമ്പ് ഗവൺമെന്റിന്റെ ഒരു കണക്ക് വന്നിരിക്കുന്നത് പ്രതിമാസം 20 ലക്ഷം കേസ് മദ്യമാണ് കേരളത്തിൽ ചെലവായിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോ അങ്ങനെ ഒരു കണക്ക് വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഇപ്പോഴുള്ള ബ്രൂവറികളും ഡിസ്റ്റിലറികളെയും കൂടെ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് 40 ലക്ഷം കേസ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. 8% മാത്രമാണ് ഈ പുറത്തുനിന്ന് വരുന്നത്. അപ്പോ നമുക്കിവിടെയുള്ള ഇപ്പോഴുള്ള ഈ സ്ഥാപനങ്ങളുടെ കപ്പാസിറ്റി എത്ര, അല്ലെങ്കിൽ ഇവിടെ എത്ര വേണം എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ പഠനവും മറ്റു കാര്യങ്ങൾ. ഇപ്പൊ 1500 പേരുടെ തൊഴില് എന്ന് ഇവർ പറയുമ്പോൾ ഈ 1500 പേർക്ക് വൈറ്റ് കോളർ ജോലിയോ ഇതൊന്നും അല്ലല്ലോ അവിടെ കിട്ടുന്നത്. അവിടെ എന്താ പറഞ്ഞ പ്ലാന്റില് ഇത് ഒഴിക്കാനുള്ള ആള് മുതൽ മുകളിലേക്കുള്ള തൂപ്പുകാരൻ മുതൽ എല്ലാവരും കൂടെ കൂട്ടിയാണ് അത്. ഇവിടെ ശ്രീ സോമനും ബിജു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ജോലിയൊന്നും ഇപ്പൊ കേരളത്തിൽ ആരും ചെയ്യുന്നില്ലെന്നേ. അങ്ങനെയുള്ള ജോലികൾ ചെയ്യാനാണ് ബംഗാളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നത്. നോക്കട്ടെ, ഇനി നമുക്ക് 1500 തൊഴില് എന്ന് തന്നെ കേരളത്തിലുള്ള സേനാപതി കേരളത്തിലുള്ളവർ ഇംഗ്ലണ്ടിൽ പോയി ചെയ്യുന്നുണ്ട് ഇതേപോലത്തെ ജോലി, പഠനത്തിന്റെ ഭാഗമായിട്ടും അല്ലാതെയും പോയി ചെയ്യുന്നുണ്ട്. ഞാൻ ശ്രീ ഗോപിനാഥനോട് മോശമുള്ള ഒരു കാര്യമൊന്നും കണക്കാക്കരുത്. ബെവ്കോയില് ബിവറേജസ് കോർപ്പറേഷനിലും മദ്യശാലകളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ അവരെല്ലാവരും മദ്യപാനികളാണെന്ന് കണക്കാക്കിക്കൊണ്ട് അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. അവരുടെ ഓരോ തൊഴിലിനും പരിശുദ്ധിയുണ്ട്. ഞാൻ അങ്ങനെ ഒരു ആക്ഷേപം ഞാൻ ഉന്നയിച്ചില്ലല്ലോ. ഏതെങ്കിലും തൊഴിൽ മോശമാണെന്നോ അല്ലേ? ഇതിപ്പോ കേരളത്തിൽ 1600 ആളുകൾക്ക് പുതിയതായിട്ട് തൊഴിൽ കിട്ടുന്നതിന് വേണ്ടി ആണ് ഇത് ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട് ഇതിനെക്കുറിച്ച്. കേരളത്തിൽ ഇപ്പോഴത്തെ ഡിസ്റ്റിലറികളും ബ്രൂവറികളും അവരുടെ കപ്പാസിറ്റിയുള്ള ഉത്പാദനം നടക്കുന്നുണ്ടോ? എത്രയാണ് കേരളത്തിൽ ആവശ്യമായ മദ്യം? അതിനുള്ള നടപടികൾ കേരളത്തിലുണ്ടോ? ഈ കാര്യത്തെക്കുറിച്ചൊരു പഠനവുമില്ല. പിന്നെ ഇതിന്റെ ലഭ്യതയെക്കുറിച്ച് പറയുമ്പോൾ അപർണ, ലോക്ക്ഡൌൺ നമ്മുടെ മുമ്പിൽ ഒരു ചരിത്രമല്ലേ? ആ ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാത്തതിന്റെ പേരിൽ കേരളത്തിൽ ആരെങ്കിലും ചങ്കുപൊട്ടി മരിച്ചതായിട്ട് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇത് ലഭ്യത കൂടുമ്പോഴാണ് ആളുകൾ ഇത് ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പൊ ലഭ്യത കുറയ്ക്കുക,
ആ ലഭ്യത കുറയ്ക്കുന്നതിന് പകരമായി ഇങ്ങനെ പുതിയ സ്ഥാപനങ്ങൾ ഞങ്ങൾ തൊഴിലവസരങ്ങൾ പുതുതായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്താ പറഞ്ഞ സാമ്പത്തികമായി വരുമാനം ഗവൺമെന്റിന് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഇതൊക്കെ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നിശ്ചയമായിട്ടും ഇവിടെ വിനീതമായി ഞങ്ങൾ സി സോമനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവിടെ കേരളത്തിൽ ഇപ്പോ മദ്യം ലഭിക്കാത്തതിന്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കേരളത്തിലുണ്ടോ? ഇല്ലെങ്കിൽ ഇതിന്റെ അളവ് ഇത് എന്താ പറഞ്ഞ ഇവിടെ ലഭ്യമാകുന്ന കുപ്പികളുടെ എണ്ണം അല്ലെങ്കിൽ കേസുകളുടെ എണ്ണം കുറഞ്ഞു പോയത് കൊണ്ട് കേരളത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അടിയന്തരമായി 15-ാം തീയതി ചേരുന്ന മന്ത്രിസഭ 16-ാം തീയതി തീരുമാനം പുറത്തുവിടുന്നു, അങ്ങനെ എന്തെങ്കിലും അടിയന്തരമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ? ഇല്ല. കേരളത്തിൽ ഗോപിനാഥനോടാണ് അത് തന്നെ കേരളത്തിന് ഇപ്പൊ ആവശ്യം. ശ്രീ ഗോപിനാഥ്, മുണ്ടക്കയിലും അതുപോലെ ചൂരൽമലയിലും പ്രളയത്തിൽ സകലതും നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള അടിയന്തര സാഹചര്യമല്ലേ കേരളത്തിൽ ഉണ്ടാകേണ്ടത്? ആ സാഹചര്യം അല്ലല്ലോ കേരളത്തിൽ. നിങ്ങൾ ഇങ്ങനെ കേരളത്തിൽ 1500 പുതിയ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഒയാസിസിനെ അതല്ല, നമ്മൾ ഒരു ഇൻഡസ്ട്രി കേരളത്തിൽ നിലനിൽക്കണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് അത് ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഉടനെ സേനാപതി വേണുവിൻ്റെ ഈ വാദം അംഗീകരിച്ചു കഴിഞ്ഞാൽ പറയും എൻ്റെ അഭിപ്രായം ഇൻഡസ്ട്രിയേക്കാൾ കൂടുതൽ കുടിവെള്ളമാണ് പ്രാധാന്യം. നമ്മൾ അങ്ങനെ സബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ എടുത്തിട്ട് കാര്യമില്ല. കേരളത്തിനകത്ത് ഒരു വിഭാഗം കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ഒരു ബ്രൂവറി സ്ഥാപനം സ്ഥാപിക്കാൻ വേണ്ടി ഗവൺമെൻറ് അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. അങ്ങനെയല്ല. ഒരു സ്ഥാപനം വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ പേർക്ക് ജോലി കിട്ടുന്നേ പറഞ്ഞുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ റവന്യൂ കിട്ടുന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ കേരളത്തിൻ്റെ മദ്യോപഭോഗം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഗവൺമെൻറ് ജനങ്ങൾ അങ്ങനെ ദാഹിച്ചിരിക്കുകയാണ് മദ്യം കിട്ടാത്തതുകൊണ്ട്, അതുകൊണ്ട് അതിനു വേണ്ടി ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുത്തു എന്നല്ല. കേരളത്തിൽ മദ്യ വിൽപ്പന നടക്കുന്നുണ്ട്, മദ്യ ഉപയോഗം നടക്കുന്നുണ്ട്. ആ ഉപയോഗം നടക്കുന്നത് നിയന്ത്രിക്കണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതേസമയം അത് കേരളത്തിനകത്ത് ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. അത് കേരളത്തിന് വലിയ റവന്യൂ ലോസ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ വിഷവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്നതിന് നമുക്ക് സൂക്ഷ്മതയായി നമ്മുടേതായിട്ടുള്ള സ്വന്തം എന്ന് പറയാനില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ 2 ബ്രൂവറി നിലവിലുള്ളതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരെണ്ണത്തിന് കൂടി അനുവാദം കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അത് ഇതിനു മുമ്പ് ഗവൺമെൻറ് അതാത് മദ്യനയത്തിൻ്റെ ഭാഗമായി കൃത്യമായി അതിൻ്റെ പാരാമീറ്റേഴ്സ് കൃത്യമായി കൊണ്ടുവന്നത് ഒയാസിസ് ആയതുകൊണ്ടാണ് ഒയാസിസിന് കൊടുത്തുള്ളത്. ഒയാസിസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധമുള്ള ഒരു കമ്പനിയാണ്. അങ്ങനെയൊന്നും നിങ്ങൾ കൊണ്ടുവരണ്ട. അങ്ങനെ നിങ്ങൾ രാജ്യത്തുള്ള കമ്പനികളെയൊക്കെ മന്ത്രിമാരുടെ പേരിലും മുഖ്യമന്ത്രിയുടെ പേരിലും ബന്ധുക്കളുടെ പേരിലും ഒക്കെ എഴുതി ചേർത്താൻ വേണ്ടി നേരത്തെ കുറെ കമ്പനിയിലേക്ക് വന്നതുകൊണ്ട് അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാം. ഡൽഹി മദ്യനയ കേസിലെ പ്രതികളാണ്. പഞ്ചാബിൽ ഭട്ടിണ്ടയിൽ ഉണ്ടായിട്ടുള്ള സമരം, അതായത് ഇതൊരു ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഒരു കമ്പനിയാണല്ലോ എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. അത് രാഷ്ട്രീയ ചോദ്യമാണ്. അല്ല, അതൊരു പ്രത്യേക ആക്സിഡന്റോ ഇൻസിഡന്റോ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ നിന്നും 9 ബ്രൂവറികൾ അവരുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ ഒയാസിസ്. അതിനുള്ള മറുപടി ശ്രീ കെ സോമൻ. അപർണ, ഇതില് ശ്രീ ഗോപിനാഥ് ഈ കാര്യങ്ങൾ പറയുമ്പോ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട സമീപനം ഇവർ മാറ്റി എഴുതി. ആ മാറ്റി എഴുതിയതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 1000-ലധികം കേന്ദ്രങ്ങളിൽ നിന്ന് മദ്യം വാങ്ങാൻ സാധിക്കുന്ന, മദ്യത്തിന്റെ ലഭ്യത ഏത് സമയത്തും എവിടെയും മുക്കിലും മൂലയിലുമുള്ള ഒരു സംസ്ഥാനത്തിന്റെ സ്ഥിതിയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചു. ഇവരെല്ലാ 3 സ്റ്റാർ ഹോട്ടലുകൾക്കും മദ്യം നൽകുന്ന തരത്തിൽ ബാറുകൾ അനുവദിച്ചുകൊണ്ട് കേരളം ഒരു മദ്യാലയമാക്കി മാറ്റുന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോവുകയാണ്. ഈ കമ്പനി 2022 ഈ സർക്കാരിനെ സമീപിച്ചിരുന്നു. 2022 ഇവരന്ന് മദ്യനയം തീരുമാനിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല എന്നൊക്കെ നമ്മുടെ മുമ്പിലും പറഞ്ഞു, ഇവരുടെ മുന്നണിയിലും പറഞ്ഞു, ഇവരുടെ ഘടകകക്ഷികളുടെ ഇടയിലും പറഞ്ഞു. പക്ഷേ അതിനുശേഷം വന്ന ആലോചനയിൽ 2023, 2024 ഇവർ മദ്യനയത്തിന്റെ ഭാഗമായി മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ കമ്പനിയെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ബഹുമാനായ ശ്രീ ഗോപിനാഥ് പൊതുമേഖലയോട് വല്ലാണ്ട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോ, അതേപോലെ എത്തനോൾ ഉൽപ്പാദിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് ഇവിടെ വല്ലാണ്ട് വാചാലനാകുമ്പോ എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഈ നിലയിൽ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തല സൗകര്യം അവർക്ക് ഒരുക്കി കൊടുക്കുന്നില്ല?
അവർക്ക് തടസ്സമില്ലാതെ വെള്ളം കൊടുക്കുന്നില്ല എന്ന ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. ശരി, ശ്രീ താങ്കളിലേക്ക് കൂടി ശ്രീ കെ എൻ ഗോപിനാഥ്, മദ്യ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് മദ്യ നയവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന ഈ വിഷയമല്ല, ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു വ്യാവസായിക തീരുമാനം മാത്രമാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് അദ്ദേഹം കണക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ടുകൂടി ഒരിക്കൽ കൂടി കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ബിജു സെബാസ്റ്റ്യൻ. എനിക്ക് ഗോപിനാഥൻ സാർ അങ്ങ് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് വളരെ സ്നേഹപൂർവ്വം തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയ്ക്ക് വേണ്ടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. മദ്യപിക്കുന്ന ആളുകളുടെ ജാതിയോ മതമോ ഒന്നും ഒരു വിഷയമല്ല. ആളുകൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളുള്ളവരെല്ലാവരും തന്നെ മദ്യപിക്കും. അതിനെ നമ്മൾ ഒരിക്കലും നമ്പർ തിരിച്ച് കാണേണ്ടതില്ല. എല്ലാ സമൂഹത്തിലും അത്തരം ആളുകളുണ്ട്. ഈ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക സഭയും അങ്ങനെ തന്നെയാണ്. ഈ സമൂഹത്തിന് ദിശാബോധം നൽകി നവോത്ഥാനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിപ്പിച്ച് ചിന്തിക്കുന്ന പ്രവണത സഭയ്ക്കും സമുദായത്തിനുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചത്. രണ്ടാമത്തെ വിഷയം, അങ്ങ് ഈ ചർച്ചയിൽ ഉന്നയിച്ച രണ്ട് കാര്യങ്ങൾ, ഒന്ന് വികസനം, മറ്റൊന്ന് മാറ്റം. ഈ സമൂഹത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്, അതനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകണം എന്ന് അങ്ങ് ആവശ്യപ്പെടുന്നു. ഏത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത്? ആ മാറ്റത്തിൽ മദ്യത്തിന് എന്ത് റോളാണുള്ളത്? അല്ലെങ്കിൽ വികസനം നടക്കുന്ന സമയത്ത് കേരളം മുഴുവൻ മദ്യം ഒഴുക്കിക്കൊണ്ട്, അങ്ങ് പറഞ്ഞു കേരളത്തിലെ മദ്യത്തിന്റെ പ്രചരണം വ്യാപകമല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 2016 ഉണ്ടായിരുന്ന കേരളത്തിലെ ബാറുകളുടെ നമ്പറാണോ ഇന്നുള്ളത്? ഇന്നൊരു ശരാശരി ഗ്രാമീണ പഞ്ചായത്ത് എടുത്താൽ പോലും 2ഉം 3ഉം ബാറുകൾ വീതമുള്ള പഞ്ചായത്തുകളുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് സമയപരിമിതി കൊണ്ട് അത് ആ മദ്യ നയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒളിച്ചുകളി കളിക്കുകയാണ് എന്ന് കത്തോലിക്ക കോൺഗ്രസ് അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയം ഇനി മുറുകാനിരിക്കുന്നതേ ഉള്ളൂ. ഇതൊരു മദ്യനയം ഒളിപ്പിച്ചു കടത്തലാണോ അതോ ഇതൊരു വ്യാവസായിക തീരുമാനമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സർക്കാരിന്റെ ബ്രൂവറി തീരുമാനത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ 82% പ്രേക്ഷകരും ഉണ്ട് എന്നാണ് പറയുന്നത്. 14% പ്രേക്ഷകരാണ് ഇല്ല എന്ന് പറയുന്നത്. എനിക്കറിയാം ഇതൊരു ചർച്ചയുടെ ബ്രൂവറി വിവാദത്തിന്റെ ചർച്ചയുടെ തുടക്കം മാത്രമാണ്. ഇത് നിയമസഭയിൽ ഏത് തരത്തിലാണ് ആളിക്കത്തുക, ഏത് തരത്തിലാണ് കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ളവരിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾ വരിക, എങ്ങനെയാണ് ഈ ഉത്തരവിനപ്പുറത്തേക്കുള്ള വിശദീകരണങ്ങൾ സർക്കാർ നൽകുക എന്നുള്ളതൊക്കെ അറിയാനിരിക്കുന്നു. സമയപരിമിതി കൊണ്ട് വീണ്ടും അതിഥികളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. കെ എൻ ഗോപിനാഥ്, ബിജു സെബാസ്റ്റ്യൻ, കെ സോമൻ, ഒപ്പം ശ്രീ സേനാപതി വേണു ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. പൂർണ്ണമാകുന്നു പ്രൈം ടൈം.